ഹായ് നമസ്കാരം, ഷെബീസ് കിച്ചണിൽ സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്ക് ആയിട്ടാണ് ഉള്ളിവട. മലയാളികൾക്കൊക്കെ അറിയുന്നുണ്ടാവും, ഈവനിങ് ചായയുടെ കൂടെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഐറ്റാണ് ഉള്ളിവട. ഉള്ളിവട വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അതുപോലെ തന്നെ സമയം വളരെ കുറവ് മതി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാനായിട്ട്. ഉള്ളിവട തയ്യാറാക്കാൻ വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വേണ്ട, അത്രയും നേരത്തിനുള്ളിൽ നമുക്ക് ഉള്ളിവട തയ്യാറാക്കാം. പണ്ട് ചായക്കടകളിലൊക്കെ ചില്ലുകുപ്പിയിൽ ഇട്ട് വെച്ചിരുന്ന ഒരു സ്നാക്കാണ് ഉള്ളിവട. ചിലയിടത്ത് ഇതിനെ ഉള്ളി ബജി എന്നും പറയും. ഉള്ളിവട തന്നെ നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം. ഞാനിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഉള്ളിവടയാണ് കാണിക്കുന്നത്. വീക്കെൻഡ് ചായയുടെ കൂടെ ഒന്നുമില്ല കഴിക്കാൻ തോന്നിയാൽ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് ഉള്ളിവട. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇതുവരെ ഷെബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഉള്ളിവട റെഡിയാക്കുന്നതെന്ന്. ഇത്രയാണ് ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇതില് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉള്ളി തന്നെയാണ്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് കടലമാവ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ കടലമാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരല്പം അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. വല്ലാതെ എരിവ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉപ്പ് വേണം. ഞാനിത് വറുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെണ്ണയിലും വറുത്തെടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഉള്ളിവട റെഡിയാക്കുന്നതെന്ന്. ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലുപ്പമുള്ള ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ഏറ്റവും തിന്നാക്കിയിട്ട് സ്ലൈസ് ചെയ്യുക. എത്രയും തിന്നാക്കിയിട്ട് നിങ്ങൾക്ക് സ്ലൈസ് ആക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കിയിട്ട് സ്ലൈസ് ആക്കുക. ഈ സവോള ഇങ്ങനെ സ്ലൈസ് ആക്കുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ വേർപ്പെടുത്തുക. ഓരോരോ അല്ലിയായിട്ട് എല്ലാം നന്നായിട്ട് വേർപ്പെടുത്തുക ആദ്യം തന്നെ. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില, അതും ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് ഇടുന്നത്. കറിവേപ്പില അതുപോലെ തന്നെ ഇട്ടാല് വലിയ വലിയ പീസായിട്ടായിരിക്കും കിടക്കുക. അതുകൊണ്ട് ചെറുതാക്കി മുറിച്ചിട്ടാണ് ഇടുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് ചതച്ചാൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിടുക. ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, വളരെ കുറവ് മതി മഞ്ഞൾപ്പൊടി. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ട ആൾക്കാരാണെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാം, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി യൂസ് ചെയ്താലും മതി. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി ഇതിലേക്ക് ആക്കുക. ഉപ്പൊക്കെ നന്നായിട്ട് സവോളയിലേക്ക് പിടിക്കണം. ഉള്ളിവട തന്നെ പല രീതിയിലും ഉണ്ടാക്കാം. അപ്പോൾ ചിലരൊക്കെ ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. ഇപ്പൊ ഞാൻ ഇതിനകത്തേക്ക് ഒന്നും ചേർക്കുന്നില്ല. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. ഇപ്പൊ ഇത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പൊ സവോളയിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങും. നമ്മൾ ഇതിനകത്തേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. സവോളയിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള പൊടികൾ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. അതിനുശേഷം തിരിച്ചു വരാം. ഇപ്പൊ ഇതിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഒരിക്കലും ഒരുമിച്ച് കുറെ ഇട്ടിട്ട് മിക്സ് ചെയ്യരുത്. അതുപോലെ തന്നെ ചിലര് പൊടിയൊക്കെ കലക്കിയിട്ട് അതിലേക്ക് സവോള ഇടുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താല് പൊടിയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്തി നിൽക്കുക. നമുക്ക് സവോളയുടെ ടേസ്റ്റ് ആണ് നന്നായിട്ട് വേണ്ടത്. പൊടി ഒരല്പേ വേണ്ടുള്ളൂ. ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇതിനകത്തേക്ക് ആകെ ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റില്ല എത്രത്തോളം പൊടി വേണം എന്നൊക്കെ ഉള്ളത്. ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ഇതിനകത്തേക്ക് കടലമാവ് ചേർക്കുന്നുണ്ട്. കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നിങ്ങൾ നോക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ഇടുന്നുണ്ട്. അതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. അരിപ്പൊടി നിർബന്ധമൊന്നുമില്ല, കടലമാവ് മാത്രമായാലും മതി. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ കടലമാവ് ചേർക്കുന്നുണ്ട്.
നിങ്ങൾ പതുക്കെ പതുക്കെ ചേർത്തിട്ട് നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിന്റെ നനവനുസരിച്ചിട്ടാണ് നിങ്ങൾ മാവ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോ 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2.5 ആവും, ചിലപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ആയാലും മതിയാവും. എന്റെ വലിയൊരു സവോളയായിരുന്നു, അതുപോലെ തന്നെ അതിന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കടലമാവ് ചേർത്തത്. ഇപ്പോൾ ഇത്രയും മതി. ഇതിപ്പോ നമ്മളിങ്ങനെ കൈകൊണ്ടാക്കുമ്പോ ഇങ്ങനെ ആയി വരുന്നുണ്ട്, അത്രയും മതി. ഉള്ളി ഒന്ന് ബൈൻഡ് ചെയ്തെടുക്കാനുള്ള മാവാണ് നമ്മൾ ആകെ ചേർക്കുന്നത്. അപ്പൊ ഞാൻ 2.5 ടേബിൾ സ്പൂൺ കടലമാവും 1 ടീസ്പൂൺ അരിപ്പൊടിയുമാണ് ചേർത്തത്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനൊരു പാനില് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് എണ്ണയിലും വറുത്തെടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം. നമ്മുടെ കേരള ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഈ ഓയില് നന്നായിട്ട് ചൂടായിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളിവട ഉണ്ടാക്കാനുള്ള ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് കുറച്ച് പോർഷനായിട്ട് കൈകൊണ്ട് എടുത്തിട്ട് ഇടുക. അതിപ്പോ ബോള് പോലെ ആക്കണമെന്നൊന്നുമില്ല. ഉള്ളിവട നിങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഷേപ്പിലൊന്നുമല്ല സാധാരണ ഉള്ളിവട കിട്ടാറ്. ഞാനിപ്പോ ഈ 3 ഇടുന്നുള്ളൂ. ഇത് നിങ്ങൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇപ്പൊ ഒരു സൈഡ് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇത് മറിച്ചിടാം. അപ്പൊ ഞാനിത് മറിച്ചിട്ടു. ഇനി ഇത് ഈ സൈഡ് കൂടെ മൊരിയുമ്പോൾ നമുക്ക് ഇത് എടുക്കാം. ഇതായിട്ടുണ്ട്. ഞാനിത് തീന്ന് എടുക്കാൻ പോവാണ്. എടുക്കുന്ന നേരത്തെ ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് എടുത്താലേ അതിന്ന് ആ എണ്ണയൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടും. ഞാനൊരു പേപ്പർ ടവൽ ഇട്ട് വെച്ച പ്ലേറ്റിലോട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പൊ എക്സ്ട്രാ ഓയിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് പിടിക്കും. ഇനി അടുത്ത ബാച്ച് കൂടെ ഇടുക. ഒരു സൈഡ് മൊരിയുമ്പോൾ മറിച്ചിടാം. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി സ്നാക്കാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയായിരിക്കണം. ഇതുവരെ ഷെബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്ത റെസിപ്പി കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.